ഈ പയർ ഇതെല്ലാവർക്കും അറിയാവുന്ന പയറാണല്ലോ. ഇത് ഞങ്ങളുടെ പയറിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത പയറാണ്. ഇത് പെട്ടെന്നൊന്ന് മെഴുക്കുരട്ടി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു. അതിനായിട്ട് ആദ്യം നമുക്കിതൊന്ന് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഞാൻ ഈ പയർ കഴുകി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് മുളകൊന്നും ചേർത്തിട്ടില്ല, പയർ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ആവശ്യത്തിനുള്ള വേവാൻ മാത്രം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം. ഇതിൽ വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം, കുറച്ച് വെള്ളമേ വെക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ഇതിൽ കുറച്ച് മഞ്ഞളിടുക. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന എരിക്കും രുചിക്കും ചേർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. അത് ഇച്ചിരി കൂടുതലിടുകയാണ് ഞാൻ. ഇനി അവസാനം നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചേർക്കണം. ഒരല്പം കൂടെ വേവാനുണ്ട്, ഇച്ചിരി വെള്ളം കൂടെ വറ്റാനുണ്ട്. അതുകൂടെ ഒന്ന് വറ്റട്ടെ. വറ്റിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് മുമ്പ് വേറെ ഒരു കാര്യം കൂടെ ചേർക്കാൻ പോകുവാനായി. വെളിച്ചെണ്ണ ചേർക്കുന്നതിന് മുമ്പ് നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് അല്പം മസാലപ്പൊടിയാണ്. ഇതാണ് ഇതിനകത്തെ ഏറ്റവും അവസാനം ചേർക്കുന്ന രസകരമായ ഒരു ചേരുവ. വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മൂപ്പിച്ച് വാങ്ങും. മസാലയുടെയും കുരുമുളകിൻ്റെയൊക്കെ രുചിയും മണവും ഉള്ള മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ.